ലോകത്തെ പ്രമുഖ കാർ കമ്പനികൾക്ക് വേണ്ടിയിട്ട് കാറിനകത്ത് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ആക്സിയ ടെക്നോളജീസിൻ്റെ ഒരു ആക്സിയ ഫൗണ്ടേഷൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു CSR വിങ്ങുണ്ട്. CSR വിങ്ങിൻ്റെ പ്രധാന ഫോക്കസ് എഡ്യൂക്കേഷൻ സപ്പോർട്ടാണ്. എഡ്യൂക്കേഷൻ സപ്പോർട്ട് ഫോർ അണ്ടർ പ്രിവിലേജ്ഡ് സ്റ്റുഡൻസ് ആൻഡ് സ്കൂൾസ്, പിന്നെ സസ്റ്റൈനബിലിറ്റി സൈഡിൽ ഈ 2 ഏരിയയിലാണ് നമ്മളുടെ പ്രധാന സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഇവർ ഈ സ്കൂളിൻ്റെ ഒരു അവസ്ഥയെപ്പറ്റി നമ്മളോട് പറയുകയുണ്ടായി. ഇതിനകത്ത് മീൻസ് കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് ഇതൊരു ദുരിതാശ്വാസ ക്യാമ്പായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇതിന് തിരിച്ച് ഇതിൻ്റെ ഒരു പഴയ പ്രതാപകാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അവരെ റിനോവേറ്റ് ചെയ്യാനും മറ്റും സഹായം അഭ്യർത്ഥിച്ച് നമ്മൾ വരികയുണ്ടായി. അപ്പോൾ നമ്മുടെ CSR ടീം വന്ന് ഇവാലുവേറ്റ് ചെയ്ത് അത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അപ്രൂവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ഒരു 4 മാസം കൊണ്ടാണ് ഇതിൻ്റെ റിനോവേഷനും എല്ലാം കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നു. കുട്ടികളുടെ സന്തോഷം കാണുന്നത് വി ആർ ഓൾസോ വെരി ഹാപ്പി. ഇതാണ് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പരമായിട്ട് കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളിത് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ സെമിനാർ ഹാളിൻ്റെ കംപ്ലീറ്റ് റിനോവേഷനാണ് ഒന്ന്. പിന്നെ ഒരു മിനി ലൈബ്രറി നമ്മൾ സെറ്റപ്പ് ചെയ്തു. ലൈബ്രറി സെറ്റപ്പ് ചെയ്യാനുള്ള ബുക്സ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇത് രണ്ടുമാണ് നമ്മളുടെ സൈഡിൽ നിന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആക്സിയ ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിയയും പിന്നെ അത് കൂടാതെ തന്നെ ആക്സിയയുടെ CSR ഫണ്ടും എംപ്ലോയീസും കോൺട്രിബ്യൂട്ട് ചെയ്യും. എംപ്ലോയീസിൻ്റെ ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റുള്ള ഈ ടീമിനോട് ഇൻട്രസ്റ്റുള്ള എംപ്ലോയീസും അവരുടെ സാലറിയിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഈ പ്രോജക്റ്റ് വളരെ വിജയകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത്. തീർച്ചയായിട്ടും വളരെയധികം. നമ്മൾ ആക്ച്വലി കനൽ എന്ന് പറയുന്ന NGO ഓർഗനൈസേഷനും ആക്സിയയും ആണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഹെഡ് മാസ്റ്ററുടെ ഒരു ഇനിഷ്യേറ്റീവാണ്. ഹെഡ് മാസ്റ്റർ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളും അറിയത്തില്ല ഇങ്ങനൊരു പ്രശ്നമുള്ളത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളെപ്പോലുള്ള മീഡിയയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയതിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റുകയാണെങ്കിൽ മറ്റ് കമ്പനികൾ ഒരുപക്ഷെ ടെക്നോപാർക്കിന് ഒരുപാട് കമ്പനികൾക്ക് ഇതുപോലെ സഹായിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ മീഡിയയ്ക്കൊക്കെ ഒരുപാട് അതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു.